അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു, എൻ്റെ കോളേജും വലിയ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, എന്നാലും വയോ. അപ്പം അച്ഛൻ ഇതേപോലെ കൊണ്ടുവിടുന്നത് എനിക്ക് കുറച്ചും കൂടി എളുപ്പം കേട്ടോ. കാരണം പെട്ടെന്ന് ഇവിടെ എത്തുകയും ചെയ്യാം. ഭയങ്കര ക്ഷീണമാണ് ബസ്സിലിരിക്കുമ്പോഴേ, നമ്മൾ അറിയത്തില്ല. പിന്നെ ഇത്രയും വലിയ തേരി ഞാൻ ബസ്സിൽ ഇറങ്ങി ഇങ്ങ് കയറി വരണം. ഒരു 10-15 മിനിറ്റിനെങ്കിലും കയറി വേണം, കാരണം നല്ല ക്ഷീണിക്കും. പിന്നെ ആകെയുള്ളത് ഇതാ ഈ ഒരു ലിഫ്റ്റാണ്, അതാണെങ്കിൽ അടയുന്നും ഇല്ല, തുറന്നു വരണം. അങ്ങനെ അതിന് കുറേ നേരം അടച്ചും പിന്നെ അങ്ങനെ എങ്ങനെയൊക്കെ ഞാൻ ക്ലാസ്സിലെത്തി കേട്ടോ. ക്ലാസ്സിലെത്തി ഇനി പോയി സൈൻ ചെയ്യണം. അപ്പം ആകെ നമ്മുടെ HOD മാത്രമേ വന്നിട്ടുള്ളൂ, വേറെ ആരുമല്ല. കാരണം അത്രയ്ക്ക് നേരത്തെയാണ് കേട്ടോ ഞാൻ. അപ്പം വേറെ ആരും വന്നിട്ടൊന്നുമില്ല, പിള്ളേർ പോലും ഇല്ല. ഞാൻ മാത്രമാണ് ഫസ്റ്റ് ക്ലാസ്സിന് വന്നത്. ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മുടിയൊക്കെ ഇല്ലാണ്ടായിരിക്കുന്നു. ഞാൻ വിചാരിച്ചൊന്ന് കെട്ടി വയ്ക്കാമെന്ന്. അങ്ങനെ മുടിയൊക്കെ കെട്ടിവെച്ചു ഇതായിരുന്നു. പിന്നെ എനിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇപ്പോൾ കുറഞ്ഞു. എന്നാലും ക്ഷീണമുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ തൊഴിലുറപ്പിന് പണി നടക്കുക. അങ്ങനെ ഇവിടെ ഫുൾ അമ്മച്ചിമാരും പരദൂഷണമാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ക്ലാസ്സിലാണ്. ക്ലാസ് സ്റ്റാർട്ടായി, കുറേ നേരം പഠിക്കാനുണ്ട്, മാത്സും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഫുൾ കിറങ്ങിപ്പോയി ഗൈസ്. ഇതേ ഞാൻ സെമിനാർ എടുക്കുകയാണ്. എങ്ങനെ എടുക്കൊള്ളാവോ സംഭവം? ഇങ്ങനെ ഇതേപോലെ നമുക്ക് എല്ലാ സബ്ജക്റ്റും എന്ന് വെച്ചാൽ ഒരു സെമ്മിന് 5 സബ്ജക്റ്റ് ഉണ്ട്. 5 സബ്ജക്റ്റിൽ നിന്ന് നമുക്കൊരു ടോപ്പിക്ക് തരും, അതിനെപ്പറ്റി നമ്മൾ ക്ലാസ് എടുക്കണം നമ്മളെ ക്ലാസ്സിൽ. അതിന് 5 മാർക്കാണ്. എപ്പോഴും നമ്മൾ എത്ര നന്നായി എടുത്താലും 4.5 4 മാർക്ക്. പക്ഷേ എനിക്ക് അറിഞ്ഞൂടാ, ചിലവർക്കൊക്കെ 5 മാർക്കൊക്കെ ഇട്ട് കൊടുക്കും. ഞാൻ വിചാരിക്കുകയും ചെയ്യും, ഇവർക്ക് എന്ത്, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഓരോന്ന് ഇതുപോലെയൊക്കെ ഞാൻ സ്വന്തമായിട്ടാണ് കേട്ടോ പോയി ഇതേപോലെ ഗ്രാഫ് കാര്യങ്ങളെല്ലാം ഞാൻ സ്വന്തമായിട്ട് യൂട്യൂബിലും മറ്റു കാര്യങ്ങളിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാണ്. എല്ലാവരും അങ്ങനെ തന്നെ. എന്നാലും ഇത്രയും ഞാൻ കഷ്ടപ്പെടുമ്പോൾ എനിക്ക് തന്നൂടെ 5 മാർക്ക്? അതൊക്കെ പോട്ടെ. അപ്പം അങ്ങനെ ആൻറ്റിമാർക്കെല്ലാം സുഖമാണോ? ഞാൻ ഇനി എല്ലാവരെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല. ഞാൻ റാപ്പർ ശ്രീകുട്ടി ആയി മാറിയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ. അപ്പം എല്ലാ ആൻറ്റിമാർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഇന്നലെ അമ്പലത്തിൽ പോയപ്പോൾ നിങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചു കേട്ടോ. നമുക്ക് നിറപുത്തരിയായിരുന്നു ഇന്നലെ. എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയൊക്കെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ഞങ്ങൾ ആൻറ്റിമാർക്കും നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ. പിന്നെ നമുക്കൊരു എക്സാമും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ ഉടനെ എനിക്കിനി അടുത്ത ബസ്സിൽ വരണം. ആദ്യം എന്നുവെച്ചാൽ എൻ്റെ കോളേജിൽ നിന്ന് കാട്ടാക്കട ബസ് സ്റ്റാൻഡ് വരെ ഒരു ബസ് വരണം. ഞാൻ 3 മണിക്ക് എൻ്റെ കോളേജിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഈ ബസ് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ഇവിടെ വന്നു. ഇനി ഈ ബസ്സിൽ കയറി എനിക്ക് വീട്ടിൽ പോകണം കേട്ടോ. അപ്പോഴത്തേക്കും സമയം ഞാൻ വീട്ടിൽ എത്തിയപ്പോഴത്തേക്കും 5 മണിയായി. അപ്പോൾ എത്ര മണിക്കൂറായെന്ന് നോക്കണം കേട്ടോ. ഇത്രയും മണിക്കൂർ ഞാൻ വണ്ടി കിടന്ന് ഉറക്കുമായിരുന്നു. പിന്നെ അവസാന സ്റ്റോപ്പും കൂടി ആയതുകൊണ്ട് ശുഭം. ആരും എന്നുവെച്ചാൽ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതേപോലെ വണ്ടി കിടന്ന് ഉറങ്ങണ കാണുമ്പം ആൻറ്റിമാരൊക്കെ വന്ന് അടുത്ത്, മോളെ എവിടെ ഇറങ്ങേണ്ടേ? ഞാൻ പറയും കൂട്ടോ പോവാം, ഓക്കെ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും എന്നെ കിടത്തി ഉറക്കാറുണ്ട് കേട്ടോ. അവരൊക്കെ വിചാരിക്കും ഞാൻ ഉറങ്ങിയിട്ട് ഇവിടെ ഇരിക്കുകയാണെന്ന്. എനിക്ക് അവസാനം സ്റ്റോപ്പായതുകൊണ്ട് ഞാൻ കിടന്ന് ഉറങ്ങും, ടെൻഷനൊന്നും ഇല്ല എനിക്ക്. അപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോൾ അമ്മയും ഗുണ്ടുവും കൂടെ നിൽക്കുന്നു. ഗുണ്ടു ഓടി വരുന്ന വരവ് കണ്ടോ, എന്നെ അവിടെ ഇട്ട് കൊന്നു ഗൈസ്. റോട്ടിലൊന്നുള്ള ഒരു ഇതൊന്നും ഇല്ലായിരുന്നു, പരിഗണന ഒന്നും ഗുണ്ടു തന്നില്ല. എന്നെ അവിടെ ഇട്ട് ഓട്ടിച്ചു. പിന്നെ അമ്മ ഇങ്ങനെ നോക്കിയിട്ടൊക്കെയാണ് അവനെ വിട്ടത് കേട്ടോ, വണ്ടിയൊക്കെ വരുന്നുണ്ടോ എന്ന്. കാരണം അമ്മ അവനെ പിടിച്ചു വെച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് വിട്ടത്. പിന്നെ ആൻറ്റിമാരെ, എല്ലാ ആൻറ്റിമാരെയൊന്നും ഞാൻ വിളിക്കുന്നില്ല, എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? നൈറ്റ് കമൻ്റ് ഇടാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം. നിങ്ങളൊക്കെ സപ്പോർട്ടുള്ളത് കൊണ്ടാണ് ഇപ്പോഴും ഞാൻ വീഡിയോ ഇട്ടിങ്ങനെ പോകുന്നത്. പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഇതേപോലെ കണ്ടോ അവൻ ഓടി വരുന്ന വരവ് കണ്ടോ. അവസാനം എന്നെ അവിടെ ഇട്ട് ഓട്ടിച്ചു കുറേ നേരം. ഞാൻ അങ്ങോട്ട് ഓടണോ, ഇവനെ പിടിക്കണോ, ഇവൻ ഇനി ഓടുമോ, ടെൻഷനായിരുന്നു. എൻ്റെ കയ്യിൽ ഫോണ് ബാഗ് എല്ലാം കൊണ്ട് ഇവനാണെങ്കിൽ എന്നെ വിടാനില്ല. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കാരണം അതാ ഇത്രയും തേരി ഞാൻ കയറി വന്നിട്ട് വീണ്ടും ഇവനെ പിടിക്കാൻ വേണ്ടി അവനെയും പിടിച്ചോണ്ടാണ് വന്നത്. കണ്ടോ കയ്യിലിരിക്കണമൊക്കെ ആള്. ഓടിക്കളഞ്ഞ പാട്, അതുകൊണ്ട് അവളെ എടുത്തോണ്ട് വന്നത്. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിന്റെ മുഖം നോക്ക്. എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുകൊണ്ട് അമ്മ എനിക്ക് വേണ്ടി ദോശയും മുട്ടക്കറിയും ഒരു ചായയും തന്നപ്പോൾ എനിക്ക് ആ ഒരു സങ്കടമൊക്കെ മാറി. ഫുഡ് കഴിച്ചു.
എനിക്കെന്തോ നല്ല വിശപ്പായിരുന്നു. അമ്മ ചൂടോടെ ദോശ ചുട്ട് തന്നപ്പം ആ ഒരു വിഷമമൊക്കെ മാറി ഫുഡ് കഴിച്ചു. പിന്നെ എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നും കിട്ടുന്നില്ല. ഇത് എൻ്റെ വൈകുന്നേരത്തെ കഷ്ടപ്പാടാണ്, അറിയോ? ഇവർക്കൊക്കെ വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കും. ഇന്ന് ദോശ മതി എന്ന് പറഞ്ഞോളൂ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. പിന്നെ എൻ്റെ ഗുണ്ടുവും കൂടെ ഉണ്ട്. ഒരു 3 എണ്ണവും ഉണ്ട് കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ ഒരു സന്തോഷം തന്നെ ഇവർക്ക്. സ്നാക്സ് ഐറ്റങ്ങൾ അതൊക്കെ അത് കഴിക്കാനും എൻ്റെ ഗുണ്ടപ്പം വന്നിരിക്കണം നോക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടവനെ. അമ്മയ്ക്ക് ഇപ്പോൾ ഗുണ്ടുവിനെ മാത്രമേ ഇഷ്ടമുള്ളൂ. ഇത് കണ്ടോ കിടക്കണുണ്ടോ? ഹലോ മാഡം, ഇത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ വരുമ്പോൾ നീ കുരയ്ക്കുന്നു. ഇനി നമ്മൾ ആമിരി വിളിക്കൂലേ, എന്നെ ഇന്ന് കുരച്ചവള്. ഇത് എൻ്റെ അമ്മയാണ്, ഇത് നിൻ്റെ അമ്മയല്ല. മേരാ മമ്മാജി. നിൻ്റെ മമ്മി ഇന്നലെ വന്നപ്പോൾ നീ കുരച്ചു ഓട്ടിച്ച്. ഇതെൻ്റെ അമ്മയാണ്. കിടപ്പ് വേണ്ട. നിൻ്റെ അമ്മയല്ല, ഇത് എൻ്റെ അമ്മയാണ്. ഇക്കിള് വരണടി. എന്തായിരുന്നു? വയറിന് ഇടം വയ്ക്കാനാണ് ഇക്കിള് വരുന്നത്. എടി എടാ, നീ ഓവർ ആവണുണ്ട് കേട്ടോ. കേട്ടോ നീ പറയുമ്പോ സ്നേഹം കൂട്ടുന്നു. അയ്യോ കണ്ട അയ്യോ, ഇങ്ങനെ പൊയ്ക്കോ ഇറങ്ങി. നിർമ്മല ആൻറ്റി, നമ്മൾ മറ്റേ മരുന്ന് കൊടുക്കുന്നുണ്ടല്ലോ ഒരാഴ്ചയായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അവന് വിരയ്ക്കുള്ള മരുന്ന് കൊടുക്കാവോ? അതിനൊന്ന് റിപ്ലൈ തായോ കേട്ടോ. നിങ്ങൾക്ക് അറിയത്തില്ല ഇതിൻ്റെ ഇടയിൽ ആ ഗുളിയും ഇതും കൂടെ ഒരുമിച്ച് കൊടുക്കാമോ ഇല്ലേന്നൊന്നും. അതുകൊണ്ട് അതിനൊന്ന് റിപ്ലൈ തരണേ. ബിന്ദു സുരേഷ് ആൻറ്റി പറഞ്ഞായിരുന്നു, ഇങ്ങനെ ബിന്ദുമാരെല്ലാം ഒരേ സ്വഭാവമാണ്, മക്കളിങ്ങനെ വരാത്തപ്പം പെട്ടെന്ന് കഴുകി വെക്കണം സംഭവം. ആൻറ്റി ഞാനൊരു 5 മിനിറ്റ്, അമ്മ 1 മിനിറ്റ്, അല്ലെങ്കിൽ ഇപ്പം വരാവേ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞ് ഞാൻ അടുക്കള എത്തുമ്പോഴത്തേക്കും പാത്രം എല്ലാം കഴുകി വെച്ചിട്ടുണ്ടായിരിക്കും. പെട്ടെന്ന് തന്നെ അതൊക്കെ അവിടെ ഇട്ടിട്ട് നേരെ തൂക്കാൻ പോകും. ശരി, ഞാൻ ഇനി പിന്നെ വിചാരിക്കും എങ്കിൽ മുറ്റം തൂക്കാന്ന്. മുറ്റം പോയി നോക്കുമ്പം അവിടെയും തുറപ്പിട്ട് പോരാളി അവിടെ നിൽക്കണായിരിക്കും. അത് കഴിഞ്ഞ് ശരി അടുക്കള തുടയ്ക്കാന്നും പറഞ്ഞ് തുടയ്ക്കാൻ വരുമ്പോൾ അങ്ങോട്ട് മാറ് എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് അമ്മ തുടയ്ക്കും. അവസാനം ശരി ഈ ഫ്ലോറൊക്കെ ഒന്ന് തുടയ്ക്കാന്ന് വിചാരിച്ചു വരുമ്പോൾ അങ്ങോട്ട് മാറ്, ഞാനിവിടെ തുടയ്ക്കണ കണ്ടില്ലേ. ഇതൊക്കെ എന്നെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ മനസ്സിൽ കാണുമ്പോൾ അമ്മ മാനത്ത് കണ്ടിരുന്ന് എല്ലാം ചെയ്യും. എന്നിട്ട് പിന്നെ പറയും ഞാൻ ഇവിടെ കിടന്ന് ഒറ്റയ്ക്ക് ചെയ്യുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ടൈം തരൂ, ചെയ്യാനുള്ള ടൈം ഉള്ളൊരവസ്ഥയാണ് അമ്മയുടെ. ഇതിൻ്റെ ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ട്. ഞാൻ നൈറ്റ് എല്ലാ പാത്രങ്ങളും കഴുകി അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കും. എന്നിട്ട് പറയും അമ്മ ഞാൻ അതെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. എപ്പോൾ കഴുകി? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാനല്ലേ ഇന്ന് രാവിലെ പാത്രം കഴുകി, ഉച്ചയ്ക്ക് പാത്രം കഴുകി, വൈകുന്നേരം പാത്രം കഴുകി, നൈറ്റ് പാത്രം കഴുകി, നീ ചായ കുടിച്ച പാത്രം ഞാൻ കഴുകി. അപ്പോഴത്തേക്ക് എനിക്കൊരു സമാധാനം. പിന്നെ നമുക്ക് കിടന്നുറങ്ങാനുള്ളതൊക്കെ ഒരു കിട്ടും. പിന്നെ നമുക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാം. അല്ലാത്ത പറയും ഞാനാണ് ഫുൾ പാത്രങ്ങൾ, ഞാൻ ഇവിടെ കിടന്ന എല്ലാ പാത്രങ്ങളും ഞാൻ വൈകുന്നേരം വരെയുള്ള എല്ലാം കഴുകി വെച്ചിട്ടുണ്ടായിരിക്കും. അവൾക്കൊരു ചായ ഇട്ട പാത്രമോ 2 ഗ്ലാസ്സോ കഴുകിയിട്ടവളോ പറയും ഞാൻ ഫുള്ള് കഴുകിയിട്ടുണ്ടെന്ന്. ആ ജാടയാക്കുമ്പോൾ എനിക്ക് സഹിക്കൂല. ഞാൻ പറയും എപ്പോൾ ഒപ്പം കഴിയില്ല അമ്മ, ശരി. പിന്നെ സത്യം പറഞ്ഞ് ഞാനും അമ്മയും അങ്ങനെ ഒരുപാട് ദിവസം ഇങ്ങനെ സംസാരം വന്നിട്ടുണ്ട്. ഞാൻ കഴിവി അമ്മ, ഇങ്ങനെ ചെയ്തമ്മ, ഇനി ഇങ്ങനെ കണക്ക് പറഞ്ഞാൽ മതിയല്ലോ, ഇനി നിനക്ക് കണക്ക്. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളെ കുഞ്ഞു പിണക്കവും വഴക്കും ഒക്കെ. ഒന്നുമില്ല, ഞങ്ങൾ ഇങ്ങനെ ഇതിന് വേണ്ടിയൊക്കെ കുഞ്ഞു ജോലിയൊക്കെ ഇവരൊക്കെ ചെയ്യിക്കണ്ടേ, അതുകൊണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും കമൻറ്റും സബ്സ്ക്രൈബേഴ്സും ലൈക്കും ഒക്കെ ചെയ്യണേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാൻ കൊണ്ട്. അപ്പോൾ ഇവിടെ കിടന്ന് ഉറക്കമാണ് ആള്, നല്ല ഉറക്കമാണ്. അപ്പം ഇനി ഒരു ഗുഡ് നൈറ്റ് വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ ആൻറ്റിമാരേ.